തിരഞ്ഞെടുപ്പ് ഫലം എന്താണെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളും പൊതുജനങ്ങളും. ഇതിനിടയ്ക്ക് സ്ഥാനാർത്ഥികൾക്ക് എന്താണ് നമ്മോട് പറയാനുണ്ടാവുക? ജനഹിതം അറിയും മുൻപേ എന്ന പരിപാടിയുമായി ഇന്ന് നാം ഉള്ളത് കണ്ണൂർ മണ്ഡലത്തിലാണ്. കണ്ണൂർ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി C. രഘുനാഥാണ് നമ്മോടൊപ്പമുള്ളത്. നമസ്കാരം രഘുവേട്ട. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടങ്ങളിൽ ജനങ്ങളുടെ പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു? വളരെ നല്ല പ്രതികരണമായിരുന്നു. ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ജനങ്ങൾ NDA സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്ന എനിക്ക് വളരെ അനുകൂലമായ ഒരു സാഹചര്യം ജനങ്ങളുടെ മനസ്സിലുണ്ടായി എന്ന് ഞാൻ കരുതുകയാണ്. പണ്ടൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ ജനങ്ങൾ എങ്ങനെ കണ്ടിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത്തവണ ജയിക്കാനുള്ളൊരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ തന്നെ ആളുകൾ വളരെ സ്നേഹത്തോടു കൂടി വളരെ വിശ്വാസത്തോടു കൂടി എന്നെ സമീപിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ വലിയ വിജയപ്രതീക്ഷ എന്നിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കണ്ണൂർ മണ്ഡലത്തിൽ NDA വിജയിക്കും എന്നാണ് പറയുന്നത്? തീർച്ചയായും. കണ്ണൂർ മണ്ഡലം കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലമായി ഇടത് വലത് മുന്നണികളുടെ കോട്ടയാണ്. ഈ രണ്ട് മുന്നണികളും മാറി മാറി ഭരിച്ചിട്ടും കണ്ണൂർ പഴയ അവസ്ഥയിൽ നിന്ന് ഒരു ഇഞ്ച് മുന്നോട്ട് പോയിട്ടില്ല. കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ലയായി കണ്ണൂർ ജില്ല മാറിയിരിക്കുന്നു. അപ്പോൾ ജനങ്ങളൊരു വികസനവും മാറ്റവും ആഗ്രഹിക്കുന്നുണ്ട്. മാറാത്തത് ഇനി മാറും, അത് കണ്ണൂരും മാറും എന്നാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ചരിത്രത്തിലാദ്യമായി കണ്ണൂരിൽ NDA അക്കൗണ്ട് തുറക്കുമെന്നുള്ള വിശ്വാസത്തിലാണ്. ജനങ്ങൾ അതിന് വളരെ അനുകൂലമായി എന്നോട് പ്രതികരിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്ന ഇത്തവണ ചരിത്രത്തിലാദ്യമായി കണ്ണൂരിൽ BJP എന്നുള്ള രീതിയിൽ ഞാൻ വിജയിച്ചു വരുമെന്ന് തന്നെയാണ്. ഇപ്പം കണ്ണൂർ മണ്ഡലത്തിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്? കണ്ണൂർ വികസനം ഉണ്ടായിട്ടില്ല. ഏകദേശം 1.5 നൂറ്റാണ്ട് പഴക്കമുള്ള മുനിസിപ്പാലിറ്റിയാണ് കണ്ണൂർ. കണ്ണൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായി മുനിസിപ്പാലിറ്റി നിൽക്കുന്ന 1869 കണ്ണൂർ മുനിസിപ്പാലിറ്റി രൂപീകരിച്ചത്. ഏകദേശം 150-200 വർഷത്തിനടുത്തെത്തുമ്പോൾ ഇത്രമാത്രം പഴക്കമുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതനമായ മുനിസിപ്പാലിറ്റികളിൽ കണ്ണൂരിൽ അടിസ്ഥാനപരമായ വികസനങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം മാറി മാറി ഇടതും വലതും മാറി മാറി ഭരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്കറിയാം ഞങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ കണ്ണൂരിൽ ജനങ്ങൾ എനിക്ക് വോട്ട് ചെയ്യും എന്നുള്ളത് കൊണ്ട് ഒരു വികസനം ഉണ്ടായിട്ടില്ല. നല്ല റോഡുകൾ നമുക്കില്ല, നല്ല കളിസ്ഥലങ്ങൾ നമുക്കില്ല, കുടിവെള്ള പദ്ധതികൾ നമുക്കില്ല. ഇത്രമാത്രം സുന്ദരമായ ഒരു പയ്യാമ്പലം ബീച്ച് കണ്ണൂർ മണ്ഡലത്തിൽ ഉണ്ടായിട്ട് അതിനെ പുനരുജ്ജീവിപ്പിക്കുവാനോ അതിനെ നന്നാക്കിയെടുക്കാനോ നമുക്ക് സാധിച്ചിട്ടില്ല. ചെയ്ത കാര്യങ്ങളിലൊക്കെ തന്നെ അഴിമതി മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം. ഒരുപാട് പദ്ധതികൾ നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിൻ്റെ സഹായത്തോടു കൂടി നിരവധിയായ പദ്ധതികൾ കേരളത്തിൽ കണ്ണൂരിൽ നടപ്പാക്കാൻ ശ്രമിച്ചെങ്കിലും ആ പദ്ധതികളൊക്കെ തന്നെ കമ്മീഷൻ വാങ്ങാനുള്ള പദ്ധതികളാക്കി മാറ്റിയതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണൂരിലെ ജനങ്ങൾ ഇത്തവണ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അഴിമതിക്കാരായ, സ്വജനപക്ഷപാതക്കാരായ, ഒപ്പം തന്നെ ഒന്നും ചെയ്യാത്ത നിർവികാരതയോടുകൂടി നടക്കുന്ന ഇടത് വലത് മുന്നണികളെ മാറ്റി നിർത്താൻ കണ്ണൂരിലെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് വലിയ മാറ്റം കണ്ണൂരിൽ ഉണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. രാമചന്ദ്രൻ കടന്നപ്പള്ളിയൊക്കെ കണ്ണൂരിൻ്റെ സ്ഥിരം സാന്നിധ്യമാണ്. അപ്പം കഴിഞ്ഞ തവണത്തെക്കാൾ പിന്നെയും വോട്ട് ശതമാനം കുറയുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ BJPക്ക് ഗുണം ചെയ്യുമോ? 1970 കടന്നപ്പള്ളി രാമചന്ദ്രൻ ആദ്യമായി പാർലമെൻറ്റിലേക്ക് പോകുന്നത്. അന്ന് അദ്ദേഹത്തിന് 27 വയസ്സും ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അതിനുശേഷം 56 വർഷക്കാലമായി അദ്ദേഹം കണ്ണൂരിലെ രാഷ്ട്രീയ രംഗത്ത് സാധാരണ മനുഷ്യൻ്റെ നികുതി പണം കൊണ്ട് ജീവിക്കുന്നു. അദ്ദേഹം കണ്ണൂരിൽ ഉണ്ടാക്കിയ ഒരു നേട്ടത്തെക്കുറിച്ച് അദ്ദേഹത്തെ ഞാൻ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം, 56 വർഷം കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ജീവിച്ച ഒരു പൊതുരംഗത്തുള്ള മനുഷ്യൻ കണ്ണൂരിലെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് നിങ്ങൾ ചോദിക്കണം. കണ്ണൂർ മണ്ഡലം ഒരിക്കലും ഇടതുപക്ഷത്തിൻ്റെ കോട്ടയൊന്നുമല്ല. പക്ഷേ ഇടതുപക്ഷക്കാർ കാലാകാലങ്ങളിൽ ജയിച്ചു വരുന്ന കോൺഗ്രസിനകത്തുള്ള പടലപ്പിണക്കങ്ങളും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ തന്നെ മാറി വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തി ആ സാഹചര്യത്തിലാണ് കടന്നപ്പള്ളി ജയിച്ചു വന്നത്. ഇത്തവണ ആ വോട്ടുകളൊന്നും കടന്നപ്പള്ളിക്ക് കിട്ടില്ല എന്നല്ല മാത്രമല്ല ഇടത് വലത് സ്ഥാനാർത്ഥികളെ കണ്ണൂരിലെ ജനങ്ങൾ പരാജയപ്പെടുന്നു. ഇപ്പോൾ രഘുവേട്ടൻ വിജയിച്ച് വരികയാണെങ്കിൽ ആദ്യം ചെയ്യുന്ന ഒരു പദ്ധതി എന്തായിരിക്കും? എൻ്റെ ഏറ്റവും തെരഞ്ഞെടുപ്പ് സമയത്ത് എന്നെ ഏറ്റവും വേദനിപ്പിക്കുകയും ദുഃഖിക്കുകയും ചെയ്ത സംഭവം, കണ്ണൂർ മണ്ഡലത്തിനകത്ത് 4ഓളം കോളനികളുണ്ട്. ആ കോളനികൾ പുനരുജ്ജീവിപ്പിക്കാൻ ഞാൻ ആദ്യത്തെ എൻ്റെ പ്രിയോറിറ്റിയായി കാണുകയാണ്. വളരെ പിന്നോക്കം നിൽക്കുന്ന ജനങ്ങളാണ് അവിടെ താമസിക്കുന്നത്. ഇപ്പോഴും ആ കോളനികളിൽ കുടിവെള്ള പദ്ധതികളില്ല, നല്ല സാനിറ്റേഷൻ ഇല്ല, നല്ല ശൗചാലയങ്ങളില്ല,
ഒപ്പം തന്നെ ഇടിഞ്ഞ് പൊളിഞ്ഞു വീഴാറായ നിരവധിയായ കെട്ടിടങ്ങളിലാണ് ആ കോളനിയിലെ നിവാസികൾ അവിടെ കഴിയുന്നത്. അത് മാറ്റിപ്പണിയുക എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ അജണ്ടയിൽപ്പെടുന്നത്. നല്ല റോഡുകൾ നമുക്കുണ്ടാക്കണം, നല്ല കളിസ്ഥലങ്ങൾ നമുക്കുണ്ടാകണം. നമുക്കറിയാം, ഒരു കാലത്ത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്ന കണ്ണൂരാണ്. ആ കണ്ണൂരിൽ നല്ല ഫുട്ബോൾ കളിക്കാനുള്ള സാഹചര്യമില്ല. നമുക്ക് കോടികൾ ചെലവഴിച്ച് നമുക്കൊരു സ്റ്റേഡിയമുണ്ട്. ഈ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ ഇന്ന് നിങ്ങൾ പോയാൽ മനസ്സിലാക്കുക, ഏത് നിമിഷവും അവിടെ ആ സ്റ്റേഡിയം ഇടിഞ്ഞ് പൊളിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് സ്റ്റേഡിയം നമുക്ക് പുതുക്കി പണിയണം, നല്ല റോഡുകൾ ഉണ്ടാകണം, അതുപോലത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് പാർക്കിംഗ് സൗകര്യം ഉണ്ടാകണം, പാർക്കിംഗ് സൗകര്യങ്ങൾ വേറെ ഉണ്ടാവണം, നല്ല റോഡുകൾ നമുക്ക് വേണം, കുടിവെള്ള പദ്ധതികൾ വേണം, മാലിന്യ നിർമ്മാർജ്ജനത്തിന് പദ്ധതികൾ ഉണ്ടാകണം. 76 കോടി രൂപ ചെലവഴിച്ച് കണ്ണൂരിൽ ഒരു മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. STP പ്രോജക്റ്റ്. കണ്ണൂരിലെ ഫ്ലാറ്റുകളിൽ നിന്നുള്ള മലിനജലം കൊണ്ടുപോയി ശുദ്ധീകരിച്ച് കണ്ണൂരിലെ ജനങ്ങൾക്ക് വീണ്ടും ഉപയോഗിക്കുന്ന റീസൈക്കിൾ ചെയ്യാനുള്ള ഒരു പദ്ധതി പടന്നപ്പാലത്ത് ആരംഭിച്ചിട്ട് ഏകദേശം 2 വർഷക്കാലമായി. അതിനകത്ത് ഒരു തുള്ളി വെള്ളം പോകുന്നില്ല. 76 കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിൻ്റെ അമൃത് പദ്ധതിയിലൂടെ നടപ്പാക്കാൻ ഉദ്ദേശിച്ച് കാശ് വാങ്ങി അതിൻ്റെ കമ്മീഷൻ വാങ്ങി മുന്നോട്ട് പോയി എന്നല്ലാതെ ഒരു തുള്ളി വെള്ളം പോലും ഇന്ന് വരെ അതിലേക്ക് പോയിട്ടില്ല. അതുകൊണ്ട് അതൊക്കെ നമുക്ക് മാറ്റി ചെയ്യാൻ സാധിക്കണം. പ്രിയോറിറ്റികൾ നമുക്കുണ്ട്. അതിലേറ്റവും ഫസ്റ്റ് പ്രിയോറിറ്റി ഞാൻ വരികയാണെങ്കിൽ കണ്ണൂരിലെ ഈ കോളനികളെ പുനരുജ്ജീവിപ്പിക്കാൻ ഞാൻ തയ്യാറാകും. കാരണം ഏകദേശം ഞാൻ പോയ എല്ലാ കോളനികളിലും കൂടെ ഒരു 150ഓളം കുടുംബങ്ങൾ കഴിയുന്നുണ്ട്. ഈ മഴക്കാലം അതിജീവിക്കുന്നതിൻ്റെ വിശ്വാസമില്ല. കാരണം നീലപ്പായി കെട്ടിയാണ് അവർ കഴിയുന്നത്. അതിദരിദ്രമല്ലാത്ത ഒരു സംസ്ഥാനം, ഒരാൾക്ക് വീടില്ലാത്ത സംസ്ഥാനം എന്നൊക്കെ കൊട്ടിഘോഷിക്കപ്പെടുമ്പോഴും കണ്ണൂർ ജില്ല പോലെയുള്ള ഒരു സ്ഥലത്ത് നിരവധി ആൾക്ക് ഇന്നും വീടില്ല. കഴിഞ്ഞ രാജീവ് ചന്ദ്രശേഖർജിയും കേന്ദ്ര നേതാക്കന്മാരും പങ്കെടുത്ത ധർമ്മടത്തെ അദാലത്തിൽ ധർമ്മട നിയോജക മണ്ഡലത്തിൽ തന്നെ നിരവധിയായ ആളുകൾ വീടില്ല എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കിക്കാണും. പ്രിയോറിറ്റികൾ എന്ന സാധാരണ മനുഷ്യൻ്റെ കാര്യങ്ങളാണ് എൻ്റെ പ്രിയോറിറ്റി. കണ്ണൂർ പട്ടണത്തിൽ വന്നാൽ ഒരു ശൗചാലയം നമുക്കില്ല. കണ്ണൂർ പട്ടണത്തിൽ അകപ്പെടുന്ന ഒരു സ്ത്രീകൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അവർക്കൊരു അത്യാവശ്യ ഘട്ടത്തിൽ പോകാൻ ഒരു ശൗചാലയം കണ്ണൂർ പട്ടണത്തിലില്ല. ഒരു ശൗചാലയമുണ്ട് സ്റ്റേഡിയത്തിനെടുക്കുക, അവിടെ ആരും തന്നെ പോകാൻ സാധിക്കാത്ത സാഹചര്യമാണ്. അതൊക്കെ മാറ്റി നമുക്ക് ഡൽഹി കേന്ദ്രീകരിച്ചൊക്കെ നടക്കുന്ന സുലഭ് ശൗചാലയം പോലെയുള്ള ഏജൻസികളെ കൊണ്ടുവന്ന് കണ്ണൂരിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ 3-4 സുലഭ് ശൗചാലയങ്ങൾ പെയ്ഡായിക്കോട്ടെ 1, 2, 5 രൂപ വാങ്ങി ശുദ്ധീകരിച്ച് അല്ലെങ്കിൽ ശുചീകരണമുള്ള ഒരു സ്ഥലം നമുക്ക് കണ്ണൂരിൽ എൻ്റെ ഭാവനയിലുണ്ട്. അത് ഞാൻ കൊണ്ടുവരും. നല്ല കാർ പാർക്കിംഗ്, ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വേണ്ടുന്ന സൗകര്യം. അവർക്ക് ഒരു നമ്പർ കൊടുക്കുന്നില്ല. ഓട്ടോറിക്ഷ തൊഴിലാളികളെ ഓടിക്കുകയാണ് പോലീസ്. അവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല, ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഏകദേശം 1000കണക്കിന് ഓട്ടോറിക്ഷകൾ കണ്ണൂർ ഓടുന്നുണ്ട്. അവർക്ക് വേണ്ടുന്ന സ്ഥിരമായി ഇവിടെയാണ് നിങ്ങളെ പാർക്കിംഗ് എന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതിനൊക്കെ തന്നെ എൻ്റെ പ്രയോറിറ്റി ഉണ്ട്. സാധാരണ മനുഷ്യരെ കുറിച്ച് ഞാൻ ചിന്തിക്കും, മറ്റ് വലിയ ആളുകളെ കുറിച്ചൊന്നും എൻ്റെ ചിന്തയിലില്ല. ഇപ്പം കണ്ണൂരിൽ കെ സുധാകരൻ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്നു. അവസാന നിമിഷമാണ് പി.ഒ. മോഹനൻ എത്തുന്നത്. ഇതൊക്കെ ജനങ്ങൾ കാണുന്നില്ലേ? ഇതെല്ലാം BJPക്ക് അനുകൂലമാകുന്നുണ്ടോ? തീർച്ചയായിട്ടും. കണ്ണൂരിൽ സുധാകരനെ പോലെയുള്ളൊരു നേതാവ് കണ്ണൂരിൽ MLA ആവാൻ ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തെ തഴഞ്ഞതിൽ പാർട്ടിയിലെ അദ്ദേഹത്തോടൊപ്പം കൊട്ടു നിൽക്കുന്ന അണികൾക്ക് വലിയ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി കുറച്ച് എനിക്കതിൻ്റെ വോട്ടുകൾ കിട്ടുമെന്ന് ഞാൻ കരുതുകയാണ്. എന്നാലും കോൺഗ്രസ്സുകാരൻ കമ്മ്യൂണിസ്റ്റുകാരനോ ഇടതുപക്ഷക്കാരനോ വോട്ട് ചെയ്യില്ല. കുറച്ചെങ്കിലും വോട്ട് എനിക്ക് ലഭിക്കും. സുധാകരനെ പോലെയുള്ള സമുന്നതനായ കേരളത്തിലെ അറിയപ്പെടുന്ന കോൺഗ്രസിൻ്റെ നേതാവ് കണ്ണൂരിൽ ഒരു സീറ്റ് വേണമെന്ന് ആഗ്രഹിക്കുകയും ദിവസങ്ങളോളം ഡൽഹിയിൽ അദ്ദേഹത്തെ താമസിപ്പിച്ച് സീറ്റ് തരുമെന്ന് പറഞ്ഞ് അവസാനം രാത്രി 10 മണിക്ക് സീറ്റില്ല എന്ന് പ്രഖ്യാപിച്ച് അദ്ദേഹത്തെ നിരാശനാക്കി മടക്കി അയച്ചതിൽ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന സാധാ പ്രവർത്തകന്മാർക്ക് ഒരുപാട് വിഷമമുണ്ട്. ആ വിഷമമൊക്കെ തന്നെ എനിക്ക് ഗുണകരമായി തീരുമെന്നാണ് എൻ്റെ വിശ്വാസം. മുൻപ് സുധാകരൻ്റെ വിശ്വസ്തനായിരുന്നു. പിന്നീട് അദ്ദേഹവുമായി തർക്കിച്ച് പാർട്ടിയിൽ നിന്ന് മറങ്ങുന്നു, BJPയിലേക്ക് മാറുന്നു. പിന്നീട് അദ്ദേഹത്തോട് എതിർത്ത് മത്സരിക്കുന്നു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ നോക്കുമ്പോൾ ഈ 2 പാർട്ടികളും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം തോന്നുന്നത്? സുധാകരനോട് തർക്കിച്ച് പാർട്ടിയിൽ നിന്ന് പോയതല്ല. സുധാകരനെ അന്ന് ഇന്നും സ്നേഹിക്കുന്ന ഒരാളാണ്. സുധാകരൻ KPC പ്രസിഡൻ്റായപ്പോൾ അദ്ദേഹം നിസ്സംഗരായിപ്പോയി. പല കാര്യങ്ങൾ KPC പ്രസിഡന്റ് ആകുന്നതിന് ആദ്യമായി കേരളത്തിൽ ശബ്ദമുയർത്തിയ ആൾ ഞാനാണ്. സുധാകരനെ KPC പ്രസിഡന്റ് ആക്കണമെന്ന് 2021 മെയ് മാസം ആദ്യമായി പത്രപ്രസ്താവനയുടെ സുധാകരൻ KPC പ്രസിഡന്റ് ആകണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തോടൊപ്പം നിന്ന ഒരാളാണ്. പക്ഷേ പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ കുറേ ശക്തികൾ, ആ ശക്തികളൊക്കെ ഇന്ന് അദ്ദേഹത്തെ വിട്ടുപോയിരിക്കുന്നു. ഇപ്പം കണ്ണൂരിലെ ഇന്ന് മത്സരിച്ച ആൾ, UDFന് മത്സരിച്ച ആൾ, ഇന്നത്തെ DCCയുടെ ഭാരവാഹികളൊക്കെ തന്നെ ഇദ്ദേഹത്തോടൊപ്പം ഒട്ടി നിന്നുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ആളായി ചമഞ്ഞുകൊണ്ട് ഞങ്ങളെപ്പോലെയുള്ളവർ പാർട്ടിയിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചാണ്.
അവസാനം അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ഘട്ടത്തിൽ ഞാൻ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയാണ്. പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. ഞാൻ 2023 ഡിസംബർ 22-നാണ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് 25-ാം തീയതി ഞാൻ പാർട്ടിയിൽ ചേരുകയാണ്. പാർട്ടിയിൽ ചേർന്നതിന് ശേഷം കോൺഗ്രസും BJPയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഏറെ കാണുന്നുണ്ട്. പാർട്ടി ഒരുപാട് വ്യത്യസ്തതയുള്ള പാർട്ടിയാണ്. ഓഡിറ്റഡ് ആണ് പാർട്ടി. ഇപ്പം ഞങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞ് 3-ാമത്തെ ദിവസം പാർട്ടിയുടെ കണക്ക് കൊടുത്തൊരു പാർട്ടിയാണ്. എത്ര പേര് പാർട്ടിക്ക് കണക്ക് ബോധിപ്പിച്ചിട്ടുണ്ടാകും? ഞങ്ങൾ ചെലവഴിച്ച കാശിനെ കുറിച്ച്. അങ്ങനെ എല്ലാം സുതാര്യമാണ്. എല്ലാ കാര്യത്തിനും നിയന്ത്രണമുണ്ട്, എല്ലാ കാര്യത്തിനും ഒരു മേൽനോട്ടമുണ്ട്. ആർക്കും ഇഷ്ടം പോലെ ഇതിൽ പ്രവർത്തിക്കാൻ സാധ്യമല്ല. പാർട്ടിയുടെ ശക്തമായ നിയന്ത്രണമുണ്ട്, സംഘപരിവാറിൻ്റെ നിയന്ത്രണമുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു എന്താ പറയുക, സെമി കേഡർ പാർട്ടി എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഒരു കേഡർ പാർട്ടി ആവേണ്ട ഒരു പാർട്ടിയാണ്. പക്ഷേ കോൺഗ്രസിനെ പോലെ കുത്തഴിഞ്ഞ പാർട്ടിയല്ല. ഏതെങ്കിലും ഒരാളിൽ കേന്ദ്രീകരിച്ച് ഏതെങ്കിലും ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന പാർട്ടിയല്ല. നാളെ രാഹുൽ ഗാന്ധിക്ക് ശേഷം ആര് എന്ന് ചർച്ച ചെയ്യുമ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ മകനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു പാർട്ടി. ഇതൊക്കെ തന്നെ പണ്ട് ഞങ്ങൾ ഇതായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആലസ്യത്തിലാണ് ഇപ്പോൾ. അതിൻ്റെ ഹാങ് ഓവർ ഇനിയും മാറാത്തൊരു പാർട്ടിയാണ്. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ പണ്ട് കാലത്ത് ഇടതും വലതുമായിരുന്നു. പിന്നീട് ഈ അടുത്ത കാലത്തായിട്ടാണ് BJP എന്ന മൂന്നാം കക്ഷി വരുന്നത്. അപ്പം എന്താണ് ആ ഒരു മാറ്റം? BJPക്ക് ഇവിടെ നന്നായി വളരാൻ സാധിക്കും. ഇന്ന് കേരളത്തിൽ ത്രികോണ മത്സരം ഉണ്ടായിരിക്കും. ഭാരതീയ ജനതാ പാർട്ടിക്ക് സ്പേസ് ഉള്ള ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. നേരത്തെ ഇടത് വലത് മുന്നണികളുടെ ഇടയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ സാന്നിധ്യം ഉറപ്പിക്കാൻ സാധിച്ചില്ല. പക്ഷേ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പോടുകൂടി 20% വോട്ടുള്ള പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടി മാറി. ഒപ്പം തന്നെ 11 സീറ്റുകളിൽ 11 അസംബ്ലി മണ്ഡലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി 1-ാം സ്ഥാനത്തുണ്ട്. 9 സീറ്റുകളിൽ ഭാരതീയ ജനതാ പാർട്ടി 2-ാം സ്ഥാനത്തുണ്ട്. 30ഓളം സീറ്റുകളിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് 25,000-നും 30,000 ഇടയിൽ വോട്ടുള്ള ഒരു 20% എല്ലാ മണ്ഡലത്തിലും വോട്ടുള്ള ഒരു പാർട്ടിയായിരിക്കും. ഇപ്പോൾ ബൈപോളാർ ഇലക്ഷൻ ട്രൈപോളാർ ഇലക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. ത്രികോണ മത്സരം എല്ലാ സ്ഥലത്തുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയും NDA മുന്നണിയുമായിരിക്കും കേരളത്തിൽ മത്സരിക്കുക. കേരളത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഇടതുപക്ഷവും കോൺഗ്രസും BJPയെ പരാജയപ്പെടുത്താൻ നാളെ കേരളത്തിൽ ഒരു മുന്നണിയായി മത്സരിക്കുന്ന സാഹചര്യം 2031 ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രഘുവേട്ടൻ എന്താ തോന്നുന്നത്? അതായത് ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ കേരളം ആര് ഭരിക്കുമെന്ന്? ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആലോചിക്കുന്നത് ഒരു ഹങ് അസംബ്ലിയാണ്. ഒരു തൂക്ക് അസംബ്ലി ഉണ്ടാകാൻ സാധ്യത. രണ്ടുപേർക്ക് ഒരു 65 സീറ്റിൽ നിൽക്കുകയും ഞങ്ങളൊരു 7, 8, 10 സീറ്റ് ജയിക്കുകയും ചെയ്താൽ കേരളത്തിൽ ആര് മുഖ്യമന്ത്രി ആവണമെന്ന് NDA തീരുമാനിക്കും. അതാണ് ഞങ്ങളുടെ വിശ്വാസം. അതിൽ കണ്ണൂരും ജയിച്ചു വരും. കണ്ണൂരും ജയിക്കുന്നുള്ള പൂർണ്ണ വിശ്വാസമാണ്. കണ്ണൂരിൽ ഏകദേശം 21,000 വോട്ടിനടുത്ത് ഞങ്ങൾക്കുണ്ട്. 1,32,000 വോട്ടാണ് കണ്ണൂരിൽ പോളിംഗ് ചെയ്തത്. ഞാനിപ്പോൾ 2 പാർട്ടിയിൽ നിന്നും എനിക്ക് കുറച്ച് വോട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ BJP എത്ര സീറ്റുകൾ നേടുമെന്നാണ് പ്രതീക്ഷ? തരക്കേടില്ലാത്ത സീറ്റുകൾ കിട്ടും. 2 അക്കം കടക്കുന്ന ഞങ്ങളൊരു 10-ന് മേലെ സീറ്റുകൾ പ്രതീക്ഷിക്കും. അതിലൊന്ന് കണ്ണൂരായിരിക്കും. ആ ഉറച്ച വിശ്വാസമാണ്. കാസർഗോഡും മഞ്ചേശ്വരവും കണ്ണൂരും ഞങ്ങൾ ജയിക്കും. പാലക്കാട് ജയിക്കും, തൃശ്ശൂർ ജയിക്കും, തിരുവനന്തപുരത്ത് 5 സീറ്റ്. അങ്ങനെ ഒരു 10-നും 12-നും ഇടയിലുള്ള സീറ്റുകൾ ഞങ്ങളെ ലഭിക്കും. അടുത്ത 2031 ആകുമ്പോൾ ഞങ്ങളും NDA മുന്നണിയും ഇന്ത്യ മുന്നണിയും തമ്മിലായിരിക്കും കേരളത്തിൽ മത്സരം. ത്രികോണ മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് മാറിയിട്ട് ട്രൈപോളാർ മത്സരം ഞങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാവും. അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 4-ാം തീയതി ഞങ്ങളൊക്കെ വരിക. ഞങ്ങൾ ഏറെ സന്തോഷത്തോടു കൂടി കണ്ണൂരിലുണ്ടാകും. ഒരു സ്ഥാനാർത്ഥിയുടെ വെറുമ്പാക്കല്ല കേട്ടോ. ഞങ്ങൾ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നു, ഞങ്ങൾക്ക് ജയിച്ചു വരാനുള്ള സാഹചര്യം കണ്ണൂരിൽ. ജനങ്ങൾക്ക് മടുത്തിരിക്കുക കണ്ടുവരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ പറഞ്ഞു വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഇത്ര സമയം ചെലവഴിച്ചതിന് നന്ദി. നമസ്കാരം. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. നമസ്കാരം. AG ഗോൾഡ് വിഷു അക്ഷയ തൃതീയ സ്പെഷ്യൽ ഓഫറുകൾ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഈ ശുഭദിനങ്ങളിൽ നിങ്ങളുടെ സ്വർണ്ണ പർച്ചേസ് കൂടുതൽ ലാഭകരമാക്കൂ. പ്രത്യേക ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഓരോ 1 പവൻ സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴും ഗോൾഡ് കോയിൻ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 40% വരെ ഡിസ്കൗണ്ട്. ഓരോ 50,000 രൂപ ഡയമണ്ട് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം. 5 പവനിൽ കൂടുതൽ കൽക്കത്ത, ആന്റിക്, ചെട്ടിനാട് നഗാസ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ പ്രത്യേക ഡിസ്കൗണ്ട്. പഴയ സ്വർണം മാറ്റി വാങ്ങുമ്പോഴും ഈ പ്രത്യേക ഡിസ്കൗണ്ട് ലഭ്യമാണ്. അക്ഷയ തൃതീയയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചു. ഈ ശുഭദിനങ്ങളിൽ നിങ്ങളുടെ ഓരോ പർച്ചേസും AG ഗോൾഡിൽ നിന്നാവട്ടെ.